ഹായ് കൂട്ടുകാരെ, ഞാൻ സ്കിൽശ്രീ. ITI അഡ്മിഷൻ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ITI അഡ്മിഷനു വേണ്ടി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള ITIകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ജാലകം പോർട്ടൽ മുഖേനയാണ്. അതിനുവേണ്ടി itiadmissions.kerala.gov.in എന്ന വെബ് പോർട്ടൽ സന്ദർശിച്ച ശേഷം രജിസ്റ്റർ ചെയ്തു തുടങ്ങാവുന്നതാണ്. ആദ്യമായി നിങ്ങളുടെ പേര് 10ാം ക്ലാസ്സിലെയോ തത്തുല്യ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെയോ കൃത്യമായി തെറ്റുകൂടാതെ എന്റർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ എന്റർ ചെയ്യുക. പാസ്വേഡ് എന്റർ ചെയ്ത് അത് റീടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന ക്യാപ്ച എന്റർ ചെയ്ത് രജിസ്റ്റർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു SMS സന്ദേശം ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. തുടർന്ന് വരുന്ന പേജ് നിങ്ങളുടെ വ്യക്തിഗത യോഗ്യതാ വിവരങ്ങൾ പൂരിപ്പിക്കുവാനുള്ളതാണ്. നിങ്ങൾ പഠിച്ച മെട്രിക് സ്കീം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. SSLC എന്നാണെങ്കിൽ പരീക്ഷ എഴുതിയ വർഷം സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി എന്റർ ചെയ്ത ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളുടെ മാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിഗത വിവരങ്ങളും ആ പേജിൽ ലഭ്യമാകുന്നതാണ്. 2013 അതിനുശേഷമോ SSLC, THSLC കോഴ്സ് പൂർത്തിയാക്കിയവരുടെ വിവരങ്ങൾ ജാലകം പോർട്ടലിൽ ലഭ്യമാണ്. 2013 മുൻപ് കോഴ്സ് പൂർത്തിയാക്കിയവർ നോട്ട് ഇൻ ദ ലിസ്റ്റ് സെലക്ട് ചെയ്ത് വിവരങ്ങൾ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ കൃത്യമായി എന്റർ ചെയ്തു പോകുക. അതർ മെട്രിക് സ്കീം സെലക്ട് ചെയ്തവർക്കും സർട്ടിഫിക്കറ്റിലുള്ള വിവരങ്ങൾ എന്റർ ചെയ്ത് സേവ് ആൻഡ് ഫിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാവുന്നതാണ്. അടുത്തതായി നിങ്ങൾ ഹയർ സെക്കൻഡറി പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് കൃത്യമായി സെലക്ട് ചെയ്യുക. അടുത്ത കോളത്തിൽ നിങ്ങൾ മുൻപ് ഏതെങ്കിലും ഗവൺമെന്റ് ITIയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്ത ശേഷം ITIയുടെ പേര് കൃത്യമായി നൽകുക. മുൻപ് ITI കോഴ്സ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നോ സെലക്ട് ചെയ്ത് അടുത്ത കോളം ഫിൽ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, ആധാർ, റിലീജിയൻ, കാസ്റ്റ് എന്നിവ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാസ്റ്റ് സെലക്ട് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതർ ഓപ്ഷൻസിൽ വരുന്ന കാസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വിലാസം, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് എന്നിവ എന്റർ ചെയ്യുക. രക്ഷകർത്താവിന്റെ മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ ജവാൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് കൃത്യമായി കാറ്റഗറി സെലക്ട് ചെയ്യുക. NCC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് A, സർട്ടിഫിക്കറ്റ് B, സർട്ടിഫിക്കറ്റ് C ഇവയിൽ ഏതാണെന്ന് കൃത്യമായി പരിശോധിച്ച് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ A ഗ്രേഡോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇവയിൽ 3ലും ഉൾപ്പെടുന്നില്ല എങ്കിൽ NA സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ റിസർവ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത ശേഷം ജില്ല, ബ്ലോക്കിന്റെ പേര്, പഞ്ചായത്തിന്റെ പേര് എന്നിവ സെലക്ട് ചെയ്യുക. EWS കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ യെസ് സെലക്ട് ചെയ്ത ശേഷം സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ലഭിച്ച തീയതിയും എന്റർ ചെയ്യുക. നിങ്ങൾ NSS വോളണ്ടിയർ ആണെങ്കിൽ യെസ് സെലക്ട് ചെയ്ത ശേഷം സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ലഭിച്ച തീയതിയും എന്റർ ചെയ്യുക. അടുത്തതായി കാണുന്ന സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി കൃത്യമായി വായിച്ചു മനസ്സിലാക്കി അതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാത് കാറ്റഗറിക്ക് നേരെ യെസ് ടിക്ക് ചെയ്യുക. ശേഷം സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഈ പേജിലാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് PDF ഫോർമാറ്റിലും സൈസ് 200 KBയോ അതിൽ താഴെയോ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയാണ് ട്രേഡ് സെലക്ട് ചെയ്യേണ്ടത്. ഏത് ജില്ല ക്ലിക്ക് ചെയ്താലും ആ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ITIകളും കാണാൻ കഴിയും. പച്ച നിറത്തിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തോ ട്രേഡുകൾ ഡ്രാഗ് ചെയ്തോ ട്രേഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും.
ട്രേഡ് ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മാറ്റി എങ്കിൽ സേവ് ആൻഡ് അപ്ഡേറ്റ് ട്രേഡ് ഓപ്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്തതായി മെസ്സേജ് വന്ന ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജില്ലയിലെ നിങ്ങൾക്ക് താല്പര്യമുള്ള അടുത്ത ITIയും ട്രേഡും ഇതുപോലെ സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത ITIകളുടെ പേര് ഇതുപോലെ പച്ച നിറത്തിൽ കാണപ്പെടും. ഓരോ ITIകളും ട്രേഡുകളും സെലക്ട് ചെയ്ത ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് ട്രേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ ട്രേഡുകളും ITIകളും സെലക്ട് ചെയ്തു എങ്കിൽ പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ നന്നായി പരിശോധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ആപ്ലിക്കേഷനിൽ മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് മേക്ക് പേയ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനിലൂടെ അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിനായി ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI എന്നിവയിൽ ഏതെങ്കിലും മാർഗം ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം പേയ്മെന്റിന് ശ്രമിച്ചാൽ കുറഞ്ഞത് 10 മിനിറ്റിന് ശേഷം മാത്രം അടുത്ത പേയ്മെന്റിനായി ശ്രമിക്കുക. പേയ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം റെസീപ്റ്റും അപേക്ഷയും പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ITIയിലെത്തി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാതെ ഓൺലൈൻ അപേക്ഷ